നമുക്ക് നല്ലൊരു വരിക്കച്ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൽ കുറേ ഭാഗം അത്രയും തല്ലിപ്പോയി, സമയത്ത് എടുക്കാൻ പറ്റിയില്ല. അതായത് നമ്മളോട് ഉത്സവം ആയതുകൊണ്ട് മൈക്ക് സെറ്റൊക്കെ വെച്ച് കെട്ടിയതുകൊണ്ട് ഒന്നിനും പാങ്ങില്ല. കുറച്ച് ചുള കിട്ടി. ഇതുകൊണ്ട് ഇത് വലിയ ഇൻട്രോ ആയിപ്പോയി. ബാക്കി പറ. നമുക്ക് വരിക്കച്ചക്ക പുട്ട വയ്ക്കാം. ഓക്കെ, ഇതിനെ നമുക്ക് നല്ല കുച്ചു നുരാറ്റ് അരിയാം. ഒരുപാട് പഴുത്തു പോയാ അമ്മ? അത് ഒരുപാട് പഴുത്തു പോയാ? എന്നുവെച്ചാൽ ഇത് മെനിങ്ങാന്നായിരുന്നു പരുവം, നല്ല കല്യാണൊക്കെ ഇരുന്നു. ഇപ്പം കുഴപ്പമില്ല. ഇതിനെ കുനുകുന അരിയണവരുണ്ട്, തുണ്ടത്തിന് വെട്ടിയിട്ട് അരിയണവരുണ്ട്, നീളത്തിന് അരിയണവരുണ്ട്, പല സൈസിനും അരിയും. നമ്മൾ അരിയണം ഇങ്ങനെ ഓരോരോ ഇഷ്ടത്തിനനുസരിച്ച് അരിയാം. പിന്നെ കുറച്ച് ഉത്സവവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് നമ്മളല്ലേ കുക്കിംഗ് വീഡിയോസും റീൽസും ഇട്ടിട്ട് കുറേ ദിവസമായി. തൊണ്ട അയ്യാ ഞാൻ പറഞ്ഞില്ല, അന്ന് സൗണ്ടൊക്കെ പോയി. അപ്പോൾ നമ്മൾ ഇനിയും നിങ്ങളെ വെറുപ്പിക്കാനും എന്തെങ്കിലുമൊക്കെ കാണിച്ചു വരും അല്ലേ? ഓക്കെ, അപ്പം ബാക്കി കാര്യങ്ങളോട്ട് കാണാം. ആകെ 4-3 ചുള ഉണ്ടായിരുന്നു. ഇതിപ്പോ വീഡിയോ ഇങ്ങനെ എടുത്തോണ്ടിരിക്കുമ്പോ തന്നെ തരി തിന്നോണ്ടിരിക്കണം. ഇനി പുട്ട വയ്ക്കുമ്പോ തീർന്നു പോകുമ്പേ നമുക്ക് കൊണ്ടുപോയി ഇങ്ങനെ കാണുമ്പോഴേ അവിടെ ഫോക്കസ് ആൾക്കാർ പറയും കേട്ടാ, ഇത് അഴുക്കാണ്. അഴുക്കല്ല, ഇതിൽ വന്നൊരു കറുത്തതാണ് കേട്ടാ. ഇവിടെ ഇത് കണ്ട. അപ്പൊ ഇതിന്റെ ബാക്കി സാധനങ്ങൾ കണ്ട, ഇതിൽ ചക്കയിൽ വരുന്നൊരു ഒന്നും ക്ലിയർ ആയി കിട്ടാത്തതുകൊണ്ട് എല്ലാം ബ്ലർ ആയതുകൊണ്ട് കുഴപ്പമില്ല. ഫോക്കസ് ഔട്ട് ആയിപ്പോയി. സൂപ്പർ മാക്സി തങ്കച്ചി, സൂപ്പർ മാക്സി. ഇപ്പൊക്കോ ഇത് പച്ചരി വറുത്ത് പൊടിച്ച മാവാണ്. ഇതിലൊത്തിരി ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിൽ ആവശ്യത്തിനുള്ള വെള്ളം മേത്തി ഇതിനെ കുഴച്ചെടുക്കാം. നമുക്ക് കുഴച്ചെല്ലാം നനച്ച്. സൗണ്ട് കണ്ട, എൻ്റെ ബാസ് സൗണ്ട് കണ്ട. ഇങ്ങനെ കറക്കി ഇടണം കണ്ട. കാര്യമായിട്ടുള്ള മാക്സി മേടിച്ചേട്ടാ. എല്ലാരും പറയുന്നുണ്ട്. പറയുന്ന സംഭവം അറിയാമോ, നമ്മള് മാക്സിക്കൊത്ത കുപ്പികളെയാണ് സംബന്ധിച്ച് യാത് ഉത്സവം അവിടെ മുഖത്തേക്ക് ലേഡി ഏത് ഉത്സവത്തിന് പോയാലും അവിടെ പോയി മേടിക്കും ഉത്സവത്തിന്. പിന്നെ നാളെ ഇനി മണ്ടക്കാട്ടുമ്പോ അവിടെ നിന്ന് അടിക്കണം. നാളെ നമ്മള് മണ്ടക്കാട്ട് പോകുന്നുണ്ട്. മണ്ടക്കാരുമ്പോ പൊങ്കാലിടണം. അത് നാളെ മണ്ടക്കാട്. ഇപ്പൊ എന്ത് പറ്റിയ നമ്മ ഈ വർഷം ഫുള്ള് അനുഗ്രഹമാണ് തോന്നുന്നു. എല്ലാ അമ്പലങ്ങളിലും പോകുന്നുണ്ടല്ലേ. മണ്ടക്കാട് ഞാനും പോയിട്ടില്ല. മണ്ടക്കാട് പോകണം. ഞാൻ എല്ലാ വർഷവും പോണത് തന്നെ മണ്ടക്കാട്ട്. അവിടെ കയറി കൊണ്ട് ഞാൻ പറഞ്ഞ, ഞാൻ ചുമ്മാ പറഞ്ഞ എനിക്ക് പോണം. ഞാൻ മണ്ടക്കാട് പോയിട്ടില്ല, ഈ വർഷം പോകണം. എനിക്ക് ഞാൻ പോയി തൊഴുവണം. എന്തൊരു തളിച്ചത് ഇപ്പം. പച്ചവെള്ളം അത്രയും അരിമാവിന്റെ കളറായി ഇപ്പൊ. ചാമ്പായി കണ്ട, നേരത്തെ ഒന്ന് കിട്ടി. നമ്മ എന്താ പറഞ്ഞു വലുതില്ല കേട്ടോ, ചെറുതേ ഉള്ളേ. ഇനി കുറച്ച് മാവ്, ഇനി കുറച്ച് തേങ്ങ, കുറച്ച് ചക്കയും വച്ചിട്ട് അതിന്റെ മീതെ ഇത് കൂടെ തേങ്ങ വെച്ച് കൊടുക്കണം. ആരാ കൊള്ളൂല്ലേ? എന്നിട്ട് ഇത് മൂടി വെച്ച് കഴിഞ്ഞിട്ട് അടുപ്പിലോട്ട് വയ്ക്കണം. പുട്ട് കുറ്റി ഇനി അടുപ്പിലോട്ട് വെച്ചിട്ട് തീ കത്തിച്ചു കൊടുക്കണം. അടുപ്പിരിക്കൂലേ, ചരിഞ്ഞില്ലായിരിക്കും. അമ്മ ചക്ക വരട്ടിൻ്റെ നല്ല മണമ്മ. അന്ന് വരട്ടിയില്ലേ, നല്ല മണം. നമുക്കിനി കഴിക്കാം. സൂപ്പർ അമ്മ. അങ്ങനെ നമ്മളെ ചക്കപ്പഴത്തിൻ്റെ പുട്ട് റെഡി ആയിട്ടാണ്. കണ്ട കളർ കണ്ട, സെറ്റ് കളർ കണ്ട. ഇന്ന് കട്ടൻ ചായ വെച്ച് കഴിഞ്ഞാൽ അമ്മയിട്ട് കൈക്കിട്ട് അടിച്ചു. അപ്പോൾ നമുക്കിനി കഴിക്കാം. ഫസ്റ്റ് ഇതായി ചക്കകളോ, നല്ല ചൂടമ്മാ, നല്ല ചൂട്. ശകലാണ് തേങ്ങ എടുക്കുക. ശകലം ചൂട് കേട്ടോ. അപ്പം നമ്മൾ എന്തായാലും ഇങ്ങനെ എടുക്കണം. ഇത് എടുത്തിട്ട് ഈ പുട്ടിന്റെ പ്രത്യേകത എന്താണെന്നോ, ഇതിന് പഴം വേണ്ട, നമ്മുടെ പപ്പടം വേണ്ട, രണ്ടത് അടിപൊളി കേട്ടോ. ഈ ടേസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പഴം ഷുഗർ ഒരു ഡെയിലി ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നല്ല പ്രശ്നം. എന്തായാലും ട്രൈ ചെയ്ത് നോക്കട്ടോ, അടിപൊളി തന്നെ. പറയണ്ട, എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. ഇവിടെ പിന്നെ കണ്ണ് ഇതിലോട്ടാണ്. ഇതാ ഈ ചക്കര പീസ് എടുക്കുന്നുള്ള പേടിയിലടയ്ക്കണം. അപ്പോൾ നമ്മൾ യുദ്ധം തുടങ്ങുകയാണ് ഗൈസ്. അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണാം. സിംപ്ലിസിറ്റിയിൽ ജീവിക്കുക എന്ന് നമ്മൾ പഠിച്ചല്ലേ. എന്ന് വെച്ചാൽ
നമ്മളിങ്ങനെയാണെന്ന് ഇപ്പം നമുക്ക് വരുന്ന കമൻസ് നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. നമുക്ക് ഭയങ്കര എടുത്ത് പറച്ചിലില്ല, കൂളാണ്. ഇപ്പം നമ്മളെ വീട്ടിലെങ്ങനെയാണോ അതുപോലെയാണ് ഞാനും എൻ്റെ അമ്മയല്ലേ. നമുക്ക് വലിയ എങ്ങനെ കാണിക്കണം നമുക്ക് അറിഞ്ഞൂടാ. നമ്മൾ സിമ്പിളായിട്ട് പോവുക, സിമ്പിളായിട്ട് ആൾക്കാരെ വായിരിങ്ങനെ വെക്കുക, സിമ്പിളായിട്ട് ചോദിക്കുക. സില്ലി കേസ് അടുത്ത വീഡിയോ കാണാം.